ഇനി ഇതാണ്ട് ഇത്രയും മാവ് കൂടി നമ്മളതിൽ സ്റ്റോക്കിൽ ഇരിപ്പുണ്ട്. ആരും കഴിക്കണം, ആവശ്യമുള്ള മാവുണ്ട്. ഈ ശനി ഞായറും വിൽക്കാനായിട്ട് നല്ല സുന്ദരമായ മാവ് നമുക്കിവിടെ ഇരിപ്പുണ്ട്. താണ്ട് ഇനി മാങ്ങയുള്ളതെന്ന് പറഞ്ഞാൽ താണ്ട് 4 മാങ്ങയുള്ളൊരു മാവുണ്ട്. അതേപോലെ തന്നെ താണ്ട് 1 മാങ്ങയുള്ള കൊട്ടുക്കോണം മാവ് ഒരെണ്ണം ഇരിപ്പുണ്ട്. താണ്ട് അടുത്തൊരു മാങ്ങയുള്ളൊരു മാവ് 2 മാങ്ങയുള്ളത് ഒരെണ്ണം ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ വലിയ മാവ് പ്രത്യേകം ഇരിപ്പുണ്ട്. കയ്യിരിക്കുന്ന ഫുള്ള് വലിയ മാവ് താണ്ട് കണ്ടില്ല, ഞാൻ തന്നെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് തന്നെ കാണാൻ പറ്റുമല്ലോ. താണ്ട് ഇത്രയും പൊക്കമുണ്ട് നോക്കി, 6-8-9 അടി പൊക്കത്തിൽ നല്ല ബുഷായിട്ടുള്ള നല്ല ഉഷാറ് മാവ് ഇനി ഇരിപ്പുണ്ട്. അന്നേരം സമയം പോലെ വരും. ആശ്രമ മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാരിപ്പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ടാംകുറ്റി ശാരദ ആഡിറ്റോറിയത്തിനടുത്തുള്ള നമ്മുടെ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സുന്ദരമായ മാവ്, ഇതേപോലുള്ള നല്ല പക്കമുള്ള മാവ് മാന്യമായിട്ടുള്ള വിലയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചിട്ട് പോകാവുന്നതാണ്. നല്ല സുന്ദരമായ മാവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് വേണം. അത്യാവശ്യം അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു തരാനുള്ള സംവിധാനം കൂടെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം. നല്ല സമയം പോലെ വാ, അടിപൊളി പ്ലാൻ കൊണ്ടുപോകാം. അങ്ങനെ നമ്മൾ ആശ്രമ മൈതാനത്ത് നിന്ന് വലിയ ഒരു മാവ് നമ്മളൊരു ഡെലിവറി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നോക്കി ആ മാവിൻ്റെ ഒരു ഹൈറ്റ് നോക്കി, ഏകദേശം ഒരു 10-12 അടി പൊക്കത്തിൽ നല്ല ബുഷായിട്ട് ഉള്ള ഒരു മാവ് താണ്ട്. നല്ല വെയിറ്റ് ആട്ടോ, നല്ല വെയിറ്റ് ആയിരുന്നു. അന്നേരം അത് സാധനം താണ്ട് അകത്തോട്ട് കയറ്റി നേരെ ഒരു ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അമരാവതി നല്ല രസമാണ് കേട്ടോ മാവ്, ഒരു രക്ഷയില്ല. കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ക്വാളിറ്റി. കണ്ടില്ലേ, ആ ഒരു പെട്ടിയാട്ടയ്ക്കകത്ത് വെച്ചിട്ട് ഒരു പെട്ടിയാട്ടാണ് ഞങ്ങളുടെ ഹൈറ്റ് ചെയ്താണ്ട് കണ്ട, അടിപൊളിയല്ലേ, അടിപൊളി, കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ തന്നെ ഒരു നാംഡോക്ക് മൈ മാവും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ പിന്നെ വേറെ ഏതാണ്ടൊക്കെ കുറച്ച് ഐറ്റം ഉണ്ട്. അന്നേരം അത് നേരത്തെ ഒരു ഡ്രമ്മിനകത്ത് കുറേ പ്ലാന്റ് കൊണ്ടുപോയ ഒരു പാർട്ടിയാണ്. അന്നേരം അവർ വീണ്ടും വന്നു, ഈ മാവ് കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ അടുത്ത ഒരു പ്ലാന്റ് ഓർഡർ ചെയ്തിട്ട് വേറൊരു പാർട്ടിക്ക് കൊണ്ട് കൊടുക്കുന്ന ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അന്നേരം അതും കൂടെ ഒന്ന് കയറി കണ്ടു നോക്കുക. അതേപോലെ തന്നെ ഇത്രയും വലുത് ഇനി ഒരെണ്ണോടെ ഇരിപ്പുള്ളൂ. അതിനുശേഷം പിന്നെ മീഡിയം സൈസുണ്ട്, ഏറ്റവും ചെറുതുണ്ട്, തീരെ ചെറുതുണ്ട്, പിന്നെ ഇടത്തരം മാവുകളുണ്ട്. അങ്ങനെ കുറച്ച് താണ്ട് നാംഡോക്ക് മൈയുടെ വലിയ പ്ലാന്റ് താണ്ട് ഏകദേശം ഒരു 5-5.5 അടി പൊക്കത്തിൽ നല്ല കവരമൊക്കെ ആയിട്ട് നിറച്ച് കവരമായിട്ടുള്ള നമുക്കൊരു 10-50 തൈ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മദർ പ്ലാന്റ് പോലെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റ്. ഇത് തന്നെ വലിയ ഡ്രമ്മിനകത്ത് വലിയ വിലയ്ക്കൊക്കെ മേടിക്കുന്നവരുണ്ട്. എന്നാലും അതാണ്ട് ഈ സൈസൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള നല്ല ഉഷാർ വെറൈറ്റി മാവാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടലപ്പിണ്ണാക്ക്, വേപ്പൻ പിണ്ണാക്ക്, ചാണക മിശ്രിതം, നമ്മൾ സാധാരണ മറ്റുള്ള ചെടിയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ മാവ് മാത്രമല്ല അതാണ്ട് ഇത്രത്തോളം പ്ലാന്റുകൾ അല്ലാതെ ഇരിപ്പുണ്ട്. കാഷ്ക്ലോ ഇരിപ്പുണ്ട്, കാഷ്ക്ലോയുടെ തൈ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ അതാണ്ട് പിന്നെ എന്തൊക്കെയാണ് ഉള്ളത്, ഒരുപാട് മാവോ തെങ്ങോ കവുങ്ങോ ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റ് ഇരിപ്പുണ്ട്. ഗോൾഡൻ കാസ്കേഡ് തന്നെ ഫ്ലവറായിട്ട് നമ്മൾ എത്ര നാളായെന്നറിയാം, ഏകദേശം ഒരു എനിക്കറിയാം ഏതാണ്ട് ഇന്നലെ ആയപ്പോൾ നമ്മളെ എൻ്റെ കേരള സമയത്ത്, അതായത് കൊല്ലത്ത് എൻ്റെ കേരളം പരിപാടി നടന്ന സമയത്ത് പൂത്ത് തുടങ്ങിയതാണ്. ഇതുവരെ അതിനൊന്നും പൂ പോയിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഒരു കൊല്ലത്തോളമായി നിറച്ച് പൂത്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. അതേപോലെ തന്നെ അതാണ്ട് റോസാ ചെടികൾ ഇരിപ്പുണ്ട്. അതുപോലെ അതുകൊണ്ട് ചക്ക പിടിച്ചൊരു വലിയ പ്ലാവ് ഇരിപ്പുണ്ട്. അതേപോലെ അതാണ്ട് അമ്പഴത്തിൻ്റെ പ്ലാന്റ് ഇരിപ്പുണ്ട്, അമ്പഴം. അതേപോലെ ജബോട്ടിക്കാമായ പ്ലാന്റ് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ലോങ്കം പഴത്തിൻ്റെ ചെറിയ അതായത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ഇരിപ്പുണ്ട്. താണ്ട് ഇങ്ങോട്ട് താണ്ട് റംബുട്ടാൻ ഓൾ സീസൺ മാവ്. താണ്ട് ഇവിടെ ഇരിക്കുന്നത് പറഞ്ഞാൽ വയലറ്റ് പേര, താണ്ട് മുട്ടം പേര, താണ്ട് പേരയ്ക്ക പിടിച്ചെടുക്കുന്ന 1 കിലോ പേരയുടെ തൈ ഇരിപ്പുണ്ട്. വയലറ്റ് പേര, നല്ല അടിപൊളി വയലറ്റ് പേര ഇരിപ്പുണ്ട്. നാംഡോക്ക് മൈ താണ്ട് പൂവുള്ള ഇനി 1-2 അവിടെ ഉള്ളൂ. താണ്ട് ഇത് നാംഡോക്ക് മൈ, ഇത് നാംഡോക്ക് മൈ. അതേപോലെ വലിയ മാവുകൾ ഇതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. കലപ്പാടി മാവ് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റി മാവുകൾ, നല്ല മാമ്പഴം. അതേപോലെ തന്നെ ബ്ലാക്ക് ഇലയുള്ള കസ്തൂരി, ബ്ലാക്ക് ഇലയുള്ള കസ്തൂരി, താണ്ടേ ബ്ലാക്ക് ഇലയുള്ള കസ്തൂരി മാവ് താണ്ടേ നല്ല അടിപൊളി മാവാണ്. അന്നേരം അതും കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു ഡ്രമ്മിലൊക്കെ വെച്ച് പുതിയ വെറൈറ്റി മാവ്, പുതിയ വെറൈറ്റി നല്ല രസമല്ലേ. അതുകൊണ്ട് ഏകദേശം ഒരു 5 അടി പൊക്കമുള്ള കസ്തൂരി, ബ്ലാക്ക് കസ്തൂരി എന്ന് പറഞ്ഞ വെറൈറ്റി മാവിരിപ്പുണ്ട്. സമയം പോലെ വരിക, ആവശ്യമുള്ള പ്ലാന്റ് വാങ്ങിച്ചിട്ട് പോകാം. ഒരു പുതിയ വെറൈറ്റിയാണ്, നല്ല കിടുക്കാച്ചി വെറൈറ്റിയാണ്, കായ്ക്കുന്ന വെറൈറ്റിയാണ്. ബ്ലാക്ക് മാംഗോ അല്ല, പഴയ ലോക്കൽ ബ്ലാക്ക് മാംഗോ അല്ല.